ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓളവും താളവും ഗൈസ്. അപ്പോൾ നമ്മൾ രണ്ടിൽ ഇന്ന് കെട്ടുന്നറയാണ് കേട്ടോ. കെട്ടുന്നറ വീഡിയോസ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ ഇരുന്നു കേട്ടോ, നിറയ്ക്കാനായിട്ട് നമ്മൾ ഇരുന്നു. അപ്പോൾ കുക്കുവിനെ കൊണ്ട് നമുക്കൊരു നെയ്ത്തേങ്ങ നിറപ്പിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. 9 സ്വാമിമാരെ ഏകദേശം കുറച്ച് പേരും കൂടി ഉണ്ടായിരുന്നു, അവരുടെയൊക്കെ കഴിഞ്ഞു. നമ്മൾ ലാസ്റ്റ് റൗണ്ടായിട്ടോ. അപ്പോൾ അതേ ഇരുന്നിട്ടുണ്ട്, അതവിടെ തുടങ്ങുന്നുണ്ട്. ഓക്കെ, ഇതാ കുക്കൂസിനെ അമ്മ എടുത്തിട്ടുണ്ട്. കുക്കൂസ് വരുന്നുണ്ട്. ഇപ്പുറത്തെ ചാച്ചുവിനെ നിറയ്ക്കാനായിട്ട് ഇരുത്താൻ പോവാണ് കേട്ടോ. ഇത് നമ്മുടെ തലയണക്കാട് ശിവക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ കെട്ടുന്നറ. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോസ് ആക്ച്വലി പോയി വന്നു. നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ കുറച്ചധികം നമ്മൾ ലേറ്റ് ആയിട്ടോ. എന്നാലും നമ്മുടെ വ്യൂവേഴ്സ് കാണുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നല്ല ഇവിടെ ശരണം വിളിയോട് കൂടിയുള്ള നല്ലൊരു മോർണിംഗ് വൈബാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഭയങ്കര പറയാൻ പറ്റില്ല, ഇത്രയും ഒരു ഫീലിംഗ് ആണ് ശരിക്കും. അത് എന്താണ്ടല്ലേ, കുക്കൂസോട് മടിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചാച്ചൂട്ടൻ്റെ ഒക്കെ നിറയ്ക്കാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങും കേട്ടോ. ഗൈസ്, രണ്ട് മൂന്ന് സ്വാമിമാരുണ്ട്. അതിനിടയ്ക്ക് കുക്കുത വായയിൽ വിരലും ഇട്ടുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അച്ഛൻ്റെ മടിയിൽ നിന്ന് പിന്നെ അവൻ എണീക്കില്ല കേട്ടോ. അങ്ങനെ കുറുമ്പടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ചാച്ചുവിൻ്റെ കഴിഞ്ഞു കേട്ടോ. ചാച്ചുവിൻ്റെ നെയ്ത്തേങ്ങ നിറയ്ക്കൽ കഴിഞ്ഞു. ഇനി അടുത്തത് കുക്കൂസാണ്. അങ്ങനെ ഇതാ കുക്കൂസിൻ്റെ നെയ്ത്തേങ്ങ നമ്മൾ നിറയ്ക്കുകയാണ്. നല്ല അവിടെ ശരണം വിളി കേട്ട് നല്ല അയ്യപ്പനെ നമ്മൾ നെയ്യ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ നല്ല അടിപൊളി നല്ലൊരു മോർണിംഗ് വൈബും സംഭവങ്ങളൊക്കെയാണ് അല്ലേ. നല്ല രസമാണ് അവിടെ ഇരുന്ന് നമുക്കത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നമ്മൾ വേറൊരു ലോകത്തേക്ക് തന്നെ പോകുന്ന പറഞ്ഞ പോലെ നമ്മൾ ഫുൾ അയ്യപ്പനിലേക്ക് നമ്മളെല്ലാം അർപ്പിച്ച് ഇനി വീഡിയോസ് എല്ലാവരും ഫുള്ളായിരുന്നു കാണുന്നത്. ഇതിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഇതാ കുക്കൂസിൻ്റെ കഴിഞ്ഞു. കുക്കൂസ് അവിടെ നിൽക്കുന്നുണ്ട്. കുക്കുവിന് അച്ഛൻ്റെ മടിയിലിരിക്കുന്ന പറഞ്ഞാൽ വാശി പിടിച്ചിട്ട് അടിക്കുന്നുണ്ട്. അങ്ങനെ ആകെപ്പാടെ തിരക്കായി. ലാസ്റ്റ് ആവുകൊണ്ട് തിരക്കായി. പണ്ടത്തെ ഒന്നും തൊടണ്ടാന്ന് മലയാളത്തിലല്ലേ പറഞ്ഞു കേൾക്കുന്നില്ലേ. എന്നിട്ട് മോന്തി ഉരുട്ടിട്ട് എന്താ കാര്യം?
അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ കെട്ടുന്നറ കഴിഞ്ഞു. ഇനി ഇതാ ഇരുമുടി കെട്ടെടുത്തിട്ട് നമ്മളതാ ശിവന് മുന്നിൽ കൊണ്ടുപോയി വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഗുരുസ്വാമിയുടെ കാലൊക്കെ തൊട്ട് വണങ്ങി ഇതാ നമ്മുടെ ഇരുമുടിക്കെട്ട് തലയിൽ വെച്ച് അങ്ങോട്ട് പോവാണ്. അപ്പോഴുള്ള ഒരു ശരണം വിളിയും ഒരു വൈബും അത് പറഞ്ഞറിയിക്കാൻ നമുക്ക് പറ്റില്ല. ഒരു രോമാഞ്ചം അല്ലേ. അങ്ങനെ അതാ കഴിഞ്ഞു. ഫൈനലി ലാസ്റ്റ് നമ്മളാണ് കേട്ടോ. അങ്ങനെ ഇതാ അടുത്തത് ഇനി എല്ലാ സ്വാമിമാരും ഇരുമുടിക്കെട്ടൊക്കെ തലയിൽ വെച്ചിട്ട് നമ്മളിനി പ്രദക്ഷിണം വയ്ക്കാൻ പോവാണ്. അപ്പോൾ കണ്ടില്ലേ എല്ലാവരും ബാക്ക് തിരിഞ്ഞ് അങ്ങനെ ഇറങ്ങി വരികയാണ്. കയ്യിൽ ഓരോ നാളികേരമുണ്ട് നമുക്ക് പോകുമ്പോൾ ഉടയ്ക്കാനായിട്ട്. ഞാനത് ഓരോരുത്തരായിട്ട് ഒന്നിവിടെ നമ്മൾ നിരന്ന് നിൽക്കൂട്ടോ. അങ്ങനെ ഓരോ സ്വാമിമാർ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സ്വാമിമാർ അവരെ ഹെൽപ്പ് ചെയ്യാൻ കേട്ടോ. ബാക്കിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഇതാവാതിരിക്കാനായിട്ട് പിടിച്ചിറക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുന്നതിന് നമുക്ക് പ്രത്യേക നല്ല രസമായിരുന്നു. അപ്പോൾ ഇതാട്ടോ നമ്മുടെ വസുട്ടൻ കന്നിസ്വാമിയാണ്. അപ്പോൾ അതേ കുഞ്ഞിച്ചക്ക എന്താ വരുന്നുണ്ട്. കുഞ്ഞിസ്വാമി എന്താ ഓരോരുത്തരായിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ കഴിഞ്ഞു. എന്താണ്ടില്ലേ എല്ലാ സ്വാമിമാരും അവിടെ നിരന്ന് നിന്നു സെറ്റായി നിൽക്കുന്നുണ്ട്. ഇനി നമ്മളത് പ്രദക്ഷിണം വയ്ക്കാൻ പോവാണ് കേട്ടോ. പ്രദക്ഷിണം കഴിഞ്ഞ് വന്ന് ഉടച്ചിട്ട് നമ്മളിനി ബസ്സിൽ കയറാനാണ് പോകുന്നത്. ഇപ്പോൾ ശരണം വിളിയോട് കൂടി പ്രദക്ഷിണം വിളിക്കുകയാണ് എല്ലാവരും. ഇരുമുടിക്കെട്ടും പടിപതിനെട്ടും ആ പാട്ടൊക്കെ ഓർമ്മ വരുന്നത്. നല്ല അടിപൊളിയായി. ഇപ്പോൾ ഭക്തിഗാനം തന്നെയാണല്ലേ. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം, ഒരു സമാധാനം, എന്തൊക്കെയാണ് നമുക്കങ്ങനെ ഫീൽ ചെയ്യും. അങ്ങനെതാ നമ്മളെ ശിവക്ഷേത്രം പ്രദക്ഷിണം വെച്ച് വരുന്നുണ്ട്. എല്ലാ സ്വാമിമാരും ഒപ്പം നടന്നും വരുന്നുണ്ട്. ഇനി എല്ലാവരും നിറഞ്ഞു നിന്നതിന് ശേഷം എല്ലാവരും നാളികേരം അടച്ചിട്ട് നമ്മൾ കയറാൻ പോവാണ് കേട്ടോ. ഇതാണല്ലേ. അങ്ങനെ ഓരോരുത്തർ നാളികേരം അടയ്ക്കാൻ തുടങ്ങിട്ടോ. നല്ലൊരു കാലാവസ്ഥയും കൂടെ ആയിരുന്നു.
വണ്ടി വരാൻ വേണ്ടിയിട്ട് എല്ലാ സ്വാമിമാരും കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതേ സ്വാമിമാരെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയായിരുന്നു ഫുഡ് ഉണ്ടായിരുന്നു? ഫുഡ് നല്ല വിപുലമായ സദ്യയായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക്. അതാ നമ്മുടെ അങ്ങനെ ഗുരുവായൂർ എത്തിയപ്പോൾ ചിലിഞ്ചിലും വാങ്ങണം പറഞ്ഞിട്ട് കുഞ്ഞാപ്പയ്ക്കും ചാച്ചുവിനും ചിലിഞ്ചിലും വാങ്ങി 2 എണ്ണം. ഹിന്ദിക്കാരൻ്റെ അടുത്ത് പിശുക്കിയിട്ട് വാങ്ങിട്ടോ 100-ന് 2 എണ്ണം വാങ്ങി. അപ്പോൾ അതേ നമ്മൾ ഗുരുവായൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ പെട്ടെന്ന് കണ്ടത് മനസ്സിലായി ഗുരുവായൂരാണെന്ന്. ഇടയ്ക്ക് പോകണതുകൊണ്ട് അപ്പം അവിടുന്ന് തൊഴുത് മടങ്ങി. ഇനി അടുത്തത് ഏതായിരുന്നു? കൊടുങ്ങല്ലൂർ. ഓക്കെ, അപ്പം ഇതാ കൊടുങ്ങല്ലൂർ എത്തിയിട്ടോ. കൊടുങ്ങല്ലൂർ എത്തിയിട്ട് സ്വാമിമാരെല്ലാവരും കയറുന്നുണ്ട് അമ്പലത്തിലേക്ക് തൊഴുകാനായിട്ട്. ചോറ്റാനിക്കര. അപ്പോൾ ചോറ്റാനിക്കര എത്തി തൊഴുത് കഴിഞ്ഞു. ഇനി അടുത്തത് ഏത് അമ്പലമായിരുന്നു? വൈക്കം. അപ്പോൾ ഇതിനടുത്തത് മള്ളിയൂർ. ഇതാണ് മള്ളിയൂർ. അടുത്തുരുത്തി, പിന്നെ ഏറ്റുമാനൂർ. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് രാത്രി. ഓക്കെ. അപ്പോൾ സ്വാമിമാരെല്ലാവരും ഹായ് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇവിടെ നമ്മളെല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തു. തെറ്റായി നമ്മളെ ഗ്യാങ്ങാനെ ശരവണ ബസ്സത്തെ ഡ്രൈവറായിട്ട് എടുത്തത് ഞങ്ങളെല്ലാവരെയും ഫോട്ടോ. അപ്പോൾ അവർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ, സെറ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ ആയിട്ട് നമ്മൾ മറ്റേ കടുത്തുരുത്തി എത്തി. ഇനി നേരിട്ട് ഏറ്റുമാനൂർ ശേഷം പിന്നെ നേരെ എരുമേലിക്ക്. അപ്പോൾ അതേ അടുത്തത് ഏറ്റുമാനൂരാ? ഏറ്റുമാനൂർ കാണുമ്പോൾ തന്നെ നല്ലൊരു അന്തരീക്ഷം, അടിപൊളി. ശിവേട്ടൻ്റെ അങ്ങനെ ഇതാ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ലോക്കറ്റ്, കീ ചെയിന് പുറത്തിറങ്ങിയപ്പോൾ കണ്ടതാണ്. നല്ല രസമുണ്ട് കാണുമ്പോൾ മൊത്തത്തിലെല്ലാം വാങ്ങിക്കാൻ തോന്നുന്നു. അങ്ങനെ കണ്ട എന്ത് ചന്ത നോക്കിയൊക്കെ. ദൈവത്തിന്റെ വിഗ്രഹങ്ങളും കുറേ സംഭവങ്ങളും അവിടെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അമ്പലം കാണുമ്പോൾ തന്നെ. അപ്പൊ അങ്ങനെ അവിടുന്ന് തൊഴുത് മടങ്ങി. ഇനി അടുത്തത് എരുമേലി എത്തി. ഞങ്ങളെല്ലാവരും ഇറങ്ങി. എരുമേലിയിലല്ലേ? എരുമേലിയിൽ നിന്ന് നമ്മുടെ എന്താ പറയുക പുഴയില്ലേ, അവിടേക്കാണ് നമ്മൾ വേട്ടവള്ളി പോയിട്ട് ശാസ്താവിൻ്റെ അവിടെ ഒരു അമ്പലമുണ്ട്, അവിടേക്ക് നമ്മൾ വേട്ടവള്ളി പോകും. ഇതിലിടയിൽ നമ്മുടെ മറ്റേ ഇതൊക്കെ ഉണ്ട്, പള്ളി ബാബറിന്റെ ബാബർ മസ്ജിദ്. തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. ബാബർ പള്ളിയിൽ കയറി തൊഴുതിട്ടൊക്കെയാണ് ഇത്. ഞങ്ങൾ നേരെ എരുമേലിക്ക് പോവാണ്. അവിടെ തേങ്ങ ഉടയ്ക്കാണ്ട്. രാശേട്ട ഇപ്പോൾ ഫുൾ ഫോമിലാണ് കണ്ടോ. പിന്നെ ഞങ്ങളിതാ സാധനങ്ങളൊക്കെ വാങ്ങാണ്. കളറ് പൊടികൾ, പിന്നെ ആദ്യമായിട്ട് കയറുന്ന കന്നിസ്വാമിമാർക്കുള്ള ശരംകുത്തി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി. അവിടെ ഫോട്ടോ ഫ്രെയിമൊക്കെ എടുക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. പഴയ ഫോട്ടോസ് നല്ല ഭംഗിയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ എടുക്കുന്ന ഫോട്ടോസ്. അച്ഛൻ്റെ ഒക്കെ ഉണ്ടാകും. അച്ഛൻ പോയിട്ട് വരുമ്പോൾ വീഡിയോ ഫോട്ടോ ഒക്കെ ഉണ്ടാകും. അങ്ങനെ അച്ഛൻ്റെ തോളത്തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ അത് വസുവിന്റെ അമ്മമ്മല്ലേ, സിപി ചേച്ചി, എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു അല്ലേ വീഡിയോ എടുക്കാനൊക്കെ. പ്രതിപട്ടൻ സുരേഷേട്ടൻ നല്ല കളിയാട്ടോ. ഇത് നിഷേട്ടൻ, പ്രതിപട്ടൻ, ദാസേട്ടനാണ്. ദാസേട്ടൻ അതാ ബാബോട്ടൻ, എല്ലാവരും ഉണ്ട്. എല്ലാവരും അവിടെ എരുമേലെത്തിയപ്പോൾ നല്ല ഉഷാറായി. ഞങ്ങൾ പേട്ടത്തുള്ളിയിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉഷാറിലിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് തേങ്ങ ഉടച്ചിട്ടാണ് പോകുക. തേങ്ങ ഉടച്ചിറങ്ങി കേട്ടോ. എന്നിട്ട് ഇനി നേരെ പള്ളിയിലേക്ക്, ബാവൂർ പള്ളിയിൽ നിന്ന് നേരെ പിന്നെ
ഇറങ്ങിയിട്ട് പേട്ടതുള്ളിയിട്ട് നേരെ അവിടെ പോയിട്ട് കുളിക്കും. എന്നിട്ട് നമ്മൾ നേരെ പമ്പയിലേക്ക് പോകുമ്പോൾ നമ്മൾ KSRTC പോവാം. അപ്പൊ നമ്മൾ ആരെങ്കിലും പേര് ഇതിൽ പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. പേട്ടതുള്ള ആ ചെങ്ങനെ ഒരാളെ മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ. കോട്ടെ വാസ്കോട്ട കളിക്കുന്നുണ്ട് അല്ലേ? കളി തുടങ്ങി. വാസേട്ടന്റെ മോൻ എന്താ അപ്പു അല്ലേ? അപ്പുസ്വാമി. ഒരു പള്ളി ഓ അയ്യപ്പനും അവരും ഫ്രണ്ട്സ് ആയിരുന്നു അല്ലേ? അതിൻ്റെ ഉള്ളിൽ നല്ല ഒരു കുളം പോലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും കിട്ടില്ല, വീഡിയോ കിട്ടിയില്ല. എന്താ കണ്ട നമ്മുടെ ഫോറിനേഴ്സൊക്കെ വന്നിട്ടുണ്ടോ? പേട്ടൂരിലൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര തിരക്കുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെക്കാട്ടും കുറവായിരുന്നു. ഇനി എവിടേക്കാ പോകണം അടുത്തത്? ഞാൻ ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോയിട്ട് ഇന്ന് കുളിക്കുവായിരുന്നു. എന്താ ഇവിടെ എത്തി, ഞങ്ങൾ കളിച്ചപ്പോൾ എത്തി. എന്നിട്ട് ഉണ്ടാവും ശാസ്താവിൻ്റെ അമ്പലം. അവിടെ പോയിട്ട് ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിന്നെ റിട്ടേൺ നമ്മൾ ബസ്സിലേക്ക് വന്ന് പിന്നെ ഇനി ഇവിടുന്ന് 1 മണിക്കൂറുണ്ട് പമ്പയ്ക്ക്, 1 മണിക്കൂറിൻ്റെ അടുത്ത്. അപ്പം ഞങ്ങൾ പോകുമ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ കണ്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തി കേട്ടോ. ഉച്ചഭക്ഷണം അടിപൊളിയായിരുന്നു. ദാസേട്ടന്റെ ഭജന അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെയായിരുന്നു സുരേഷേട്ടന്റെ അടിപൊളിയായിരുന്നു കേട്ടോ. പപ്പടം കഴിച്ചോണ്ടിരിക്കട്ടെ. പപ്പടം മാത്രം ആയിട്ടുണ്ടാവില്ല, ബാക്കിയൊക്കെ സെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഉച്ചത്തെ ഭക്ഷണം അടിപൊളിയായി. ഇനി നമ്മൾ ഭക്ഷണം സന്നിധാനത്ത് നിന്നായിരിക്കട്ടെ രാത്രി. ഇപ്പോൾ നമ്മൾ റോഡ് സൈഡ് നിർത്തി. എന്താ മുക്കടയിലാണ് അവിടെയാണ് നിർത്തിയത്. കണ്ട ഞങ്ങൾ ലെല്ലായിട്ട് നിൽക്കണുണ്ടോ? ഇതാണ് ബാബട്ടൻ, പ്രതിഭട്ടൻ കുട്ടി. വാസേട്ടൻ എന്തോ ചോദിക്കുന്നുണ്ട്. വീഡിയോ എടുക്കാൻ എല്ലാവരും സപ്പോർട്ടായിരുന്നു അല്ലേ? എല്ലാവരും അടിപൊളിയായി. നമ്മൾ ഇനി നേരെ പമ്പയ്ക്ക് പോട്ടോ. ഭക്ഷണം കഴിച്ചു. പമ്പയ്ക്ക് കുറച്ച് ദൂരം യാത്രയുണ്ട്. അപ്പോൾ പമ്പയിലെത്തി ഇറങ്ങി അരിമുടിക്കെട്ടൊക്കെ എത്തി ഇറങ്ങിട്ടോ. ഇതാണ് ഞങ്ങൾ വന്ന KSRTC. കണ്ടാ ഇതാണ് പമ്പയിലെത്തി നോക്കിയത്. പമ്പയിൽ അതേപോലെ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കലക്ടറാണോ ഏതോ ഒരു വലിയ പൊസിഷനിലിരിക്കുന്ന ആളാണ്. അവരും കുറേ സ്വാമിമാർ അതിൻ്റെ സഹപ്രവർത്തകരൊക്കെ കൂടിയിട്ട് പമ്പയിൽ കുറേ സ്വാമിമാരൊക്കെ മുണ്ടും പിന്നെ മാലയും അതേപോലെയൊക്കെ സംഭവങ്ങൾ അയച്ചിട്ട് അതൊക്കെ ഇങ്ങനെ വൃത്തിയാക്കണ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൃത്തിയാക്കി വെച്ച സാധനം അവിടെ കുറേ ബണ്ടിൽ ഇറങ്ങുന്ന ആ പമ്പയിലേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പിലൊക്കെ ആയി ഇങ്ങനെ കൂമ്പാരാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. വളരെ അത് മാത്രം എന്തോ ഒരു ഇത് നെഗറ്റീവായി തോന്നി അവിടെ. ഇനി സ്വാമിമാര് അല്ലെ പോവാനിരിക്കുന്ന സ്വാമിമാര് ആരെങ്കിലൊക്കെ അങ്ങനെ ചെയ്യാതിരുന്ന അത്ര നന്നു. നമുക്ക് നമ്മുടെ പമ്പ നദിയെ സംരക്ഷിക്കാം. അതെ. കണ്ടില്ല ഡ്രസ്സുകളൊക്കെ കൂട്ടിയിട്ട് കണ്ടില്ലേ? ഇതൊക്കെ മറ്റേ പുഴയിലുള്ള ഡ്രസ്സുകളൊക്കെ അവിടുത്തെ ആൾക്കാർ ഇങ്ങോട്ട് കയറ്റിയിട്ടിരിക്കുകയാണ് കേട്ടോ.
എല്ലായിടത്തും ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. ഒരു മഴ പെയ്തത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോയില്ലേ? എല്ലാം കൂടി കടലിൽ പോയി കയറി. അതുകൊണ്ട് അങ്ങോട്ട് കണ്ടോ ഭൂമി കണ്ടോ ചുവപ്പ് കളറൊക്കെ. വെള്ളം നല്ല ക്ലിയർ ഉണ്ട്, നേരെ അറിയാൻ പറ്റും. പ്രാവശ്യം വെള്ളം ഉണ്ടായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യത്തെ പോയല്ല, പ്രാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ടോ വെള്ളത്തിന്? നല്ല തണുപ്പ്. മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട്. മോട്ടർ എന്താണോ എന്തെങ്കിലും ആവശ്യമുണ്ടാവും. അപ്പം ഞങ്ങൾ ഇവിടുന്ന് നേരെ ഇനി ശബരിമല കയറാൻ പോകാം. മല കയറാൻ പോവാണ്. ഇനി വെർച്വൽ ക്യൂവിൻ്റെ അവിടെയൊക്കെ ഒന്ന് കാണിക്കും. അവിടെ നിന്ന് നമ്മുടെ ബുക്ക് ചെയ്തില്ല, ഓൺലൈൻ ബുക്ക് ചെയ്ത സാധനം അതൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. ജസ്റ്റ് നോക്കുന്നതന്നെ ഉള്ളൂ. പിന്നെ സ്പോട്ട് ബുക്കിങ്ങും ഉണ്ട് അപ്പുറത്ത്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കയറാൻ പോവുകയാണ്. കണ്ടോ, കയറി 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 ഒരു 4 കിലോമീറ്ററോ സന്നിധാനത്തി. പോണ വഴിയിലൊക്കെ ചുക്കുവെള്ളം ഉണ്ട്, നല്ല അടിപൊളി ചുക്കുവെള്ളം ഉണ്ട്. ബിസ്ക്കറ്റ് ഉണ്ട് നടപ്പന്തലിൻ്റെ അവിടെ. പിന്നെ ഡോളിയിൽ പോണവരാണ്. ഡോളിയിൽ ഇപ്പോൾ വയസ്സാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അല്ല, അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അതിനായിട്ട്, അതായത് അവരുടെ ഒരു ജീവിതമാർഗമായിട്ടാണ് അവർ നല്ലൊരു അടിപൊളി മഴയായിരുന്നു. ശരണം വിളിച്ചെല്ലാവരും നമുക്ക് ശരിക്കും നടക്കാനേ വയ്യ, പിന്നെ അവരെന്നെ എന്താണ് സംഭവിക്കണ്ടേ? എത്രയൊക്കെ ത്യാഗങ്ങളും വിഷമങ്ങളും എല്ലാവരും സഹിച്ചാണ് അയ്യപ്പനെ കാണാനായിട്ടല്ലേ. അത് ശരിക്കും ഒരു ആണുങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു വരദാനം അല്ലേ, അങ്ങനെ തന്നെ പറയാം. ഇനി ഇതൊക്കെ കാണണമെങ്കിൽ എനിക്ക് ഇനി കുറെ കാര്യങ്ങൾ കാത്തിരിക്കുമല്ലോ. അപ്പോഴേക്ക് മഞ്ഞൊക്കെ മൂടി, മഞ്ഞും മഴയും എല്ലാം കൂടിയാണ്. നല്ല സമയം വേർത്ത് പൊളിച്ച്, വേർപ്പും മഴയും നല്ല രസമായിരുന്നു. എന്താണ് ശരം കുത്തിയിട്ടോ. ഇവിടെയാണ് നമ്മൾ ആ മറ്റേ ഇത് വാങ്ങിയത്. ചിലവരിവിടെ കുത്തും, ചിലവര് കുറച്ച് അപ്പുറത്ത് വേറെ സ്ഥലം. ഇത് കടാ, നല്ല ഫ്രൂട്ട്സ് അങ്ങനെ എല്ലാ ഐറ്റംസും ഇതൊക്കെ കഴിക്കാം. പൈസ കൂടി വേണം. അത് വേണം. എന്നിട്ട് അങ്ങനെ പോയിട്ട് ഇത് ഞങ്ങള് കുറച്ച് ഇവിടെ ഒരു കുറച്ച് നേരം മരക്കൂട്ടം കഴിഞ്ഞ് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഒരു 1 മണിക്കൂർ പിടിച്ചു. തിരക്ക് വന്നിട്ടായിരിക്കും ഇവിടെ നിന്ന് പിടിച്ചിട്ട്. പിന്നെ നടപ്പന്തലിലും 1 മണിക്കൂറിൻ്റെ അടുത്ത്, 2 മണിക്കൂർ പ്രാവശ്യം വന്നുള്ളൂ വെയിറ്റിംഗ്. ഇത് ശരിക്കും കന്യാസ്വാമിമാര് മാത്രല്ലേ? വടിയുണ്ട് 2 സ്ഥലത്ത് ഓരോ. അതിപ്പോ എവിടെ കറക്റ്റായിട്ട് കുത്തുന്നതെന്ന് നമുക്കറിയില്ല. ഇവിടെയുള്ള സ്വാമിമാര്, മുതിർന്ന സ്വാമിമാര് പറയുമ്പോൾ അവിടെ കുത്തുന്നു. അവിടുന്ന് കാണുന്ന നടപ്പന്തലിലെത്തിയിട്ട് ചുക്കുവെള്ളം പിന്നെ ബിസ്ക്കറ്റും കൊടുക്കുന്നുണ്ട്. ഇത്രയും ബിസ്ക്കറ്റൊക്കെ കിട്ടും. എന്തൊരു തിരക്കാലേ. പ്രാവശ്യം തിരക്ക് കുറവല്ലേ? തിരക്ക് കുറവല്ല, നിയന്ത്രിച്ചിരിക്കല്ലേ കറക്റ്റായിട്ട് ഉള്ള ഐഡിയാസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സന്നിധാനത്തിൻ്റെ അവിടെ മേലത്തെ ദൂരം പോലത്തെ സംഭവം പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാവശ്യം പണിയൊക്കെ കഴിഞ്ഞു അടിപൊളിയാണ്. സന്നിധാനത്തിൽ അടുത്തെത്തി, മേലെ എത്തിട്ടോ. മേലെ നടക്കേണ്ട കഴിഞ്ഞ് ഇറങ്ങി തീരെ പോയാൽ പോയിട്ടാണ് ഇവരെ കണ്ട് ഇറങ്ങി. പിന്നെ നേരെ വിട്ടു കഞ്ഞി ചെറുപയർ ചോറും കഞ്ഞിയായിരുന്നു. നല്ല ടേസ്റ്റാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന കഞ്ഞി, സദ്യ, ഒരു പ്രത്യേക ടേസ്റ്റ്.
മഴ ഇതിപ്പോൾ ഉണ്ടല്ലേ? അതാണ് ഞങ്ങൾ വിരിവെച്ച സ്ഥലം കേട്ടോ. നിലപ്പന്തലിൻ്റെ സൈഡിലായിട്ട് വിരിവെച്ചത്. ഇതെന്താ ഇതിൻ്റെ വണ്ടിയോ? ഇത് ട്രാക്ടർ. ഒരു രാവിലെ ക്ലീനിങ്ങോ? അല്ലല്ല, ഇത് നമ്മൾ താഴത്തുനിന്ന് വാക്സിനകത്തേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ, അതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ അങ്ങനെ ട്രാക്ടർ യൂസ് ചെയ്യുന്നു. അവരുടെ ഡ്രൈവിങ് കാണാൻ നല്ല രസമാണ്. നമുക്ക് രസമാണ്, അവർക്ക് ഭയങ്കര നല്ല ഫുള്ള് സെറ്റപ്പാണ് അവർ. പ്രസാദം. എന്താണ് ഇവിടെയാണ് ഞങ്ങൾ വീഡിയോ വെച്ചത്. രഘുവൊക്കെ ഉണ്ട്. ഞാൻ വീഡിയോ വെച്ചു. എല്ലാവരും വന്ന കയറിയതിൻ്റെ ക്ഷീണത്തിലാണ്. വാസോട്ടം പിന്നെ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. പന്നിയോട് കണ്ട ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത്തടുത്ത് പന്നിയോടൊക്കെ പേടിയാവില്ലേ? എന്താ ചെയ്യാ? അതൊന്നും ചെയ്യില്ല. ഞാൻ വിചാരിച്ച ആദ്യം ചാക്കാണ് വിചാരിച്ചത്. പിന്നെയാണ് പന്നിക്കുട്ടന്മാരാണ് കിടക്കുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഭക്ഷണക്കുളത്ത് പോയി കുളിച്ചു. അതിനുശേഷം അഭിഷേകത്തിനുള്ള നെയ്യ് നമ്മളെല്ലാവരുടെ തേങ്ങ പൊട്ടിച്ച് ഒരു ഇതിലേക്ക്, ഇത് നമ്മൾ കൊണ്ടുപോകുന്ന പാത്രമല്ലേ? നമ്മൾ ഇതിനായിട്ട് വാങ്ങണ പാത്രം. എന്നിട്ട് വരണ വഴിക്ക് ഞാനുമുളിയൊക്കെ ഉണ്ട്. അത് വാങ്ങന്മാരെല്ലാം എടുക്കും. നമ്മുടെ സാധനങ്ങൾ ബസ്സിൽ കയറിയിട്ട് ഇപ്പോൾ നമ്മളെല്ലാവരും നെയ്യും ഇതൊക്കെ ഒന്നിലേക്ക് ആക്കി അഭിഷേകത്തിന് കൊണ്ടുപോയി അഭിഷേകത്തിന് കൊടുത്ത്. അതിലൊരു തേങ്ങ ഉണ്ടാവില്ല? ഇല്ല, തേങ്ങയൊക്കെ നമ്മളവിടെ കൊണ്ടുപോയിട്ട് കത്തിക്കാൻ നടത്തി കയറി. എന്താ ഞങ്ങൾ കണ്ട തേങ്ങ കൊണ്ട് പോവാണ്. നമ്മള് മുദ്രത്തേങ്ങ നിറച്ച് കൊണ്ടുപോകുന്നത് നമ്മുടെ കഷ്ടങ്ങളും ദുരിതങ്ങളും അത് കൊണ്ടുപോയിട്ട് അവിടെ കത്തിച്ച് കളയും. അതിലൂടെ എല്ലാ മുക്തിയും കിട്ടുന്നതാണ് വിശ്വാസം. അതാണ് ബസ്മക്കുളം കേട്ടോ. അവിടുന്ന് കുളി കഴിഞ്ഞ് അവൾക്ക് രാവിലെ ആയിട്ടോ. രാവിലെ ആയി പിന്നെ അവിടെ തേങ്ങ അടച്ച് ഞങ്ങൾ ഇറങ്ങാൻ പോകും. തേങ്ങ ഉറപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഇടയിൽ മാളികപ്പുറത്ത് പോയിട്ട് തേങ്ങ ഉണ്ടാക്കാൻ പറ്റിയില്ല. തിരക്കും പിന്നെ ആ ഉരുളേൻ്റെ ഇടയിൽ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ അങ്ങനെ പോകുന്നു. തേങ്ങ പൊട്ടിച്ച് കൊണ്ടുപോകും. തേങ്ങ പൊട്ടിച്ച് പോകുന്നു. നമ്മൾ പുറത്തേക്ക് പോയിട്ട് പമ്പ ഉണ്ടോ. വരുമ്പോൾ നമ്മൾ റിട്ടേൺ വരുമ്പോൾ ഒന്നും കൂടി അയ്യനെ കാണാൻ നോക്കി, കണ്ടില്ല. മേലെ ഹൈറ്റിൽ കാരണം കാണാൻ പറ്റില്ല. അതിനുശേഷം ഇങ്ങനെ പതുക്കെ പതുക്കെ പോകുന്നു, നടന്നു പോകുന്നു. ഡോളികളൊക്കെ അവിടെ സെറ്റായിരിക്കും. ആർക്കെങ്കിലും വയ്യെങ്കിൽ വേഗം കയറിക്കോളിയും പറഞ്ഞു. വരുമ്പോഴും മഴ, രാവിലെ മഴ ഉണ്ടായിരുന്നു, ചാറിലുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ലല്ലേ? ക്ലൈമറ്റ് ആയിരുന്നു. ഡോളിയിൽ കണ്ടപ്പോൾ കോട്ടയൊക്കെ വെച്ചിട്ടാ പോകുന്നത്. അപ്പൊ ഞങ്ങൾ റെസ്റ്റ് ചെയ്യാനല്ല, അവിടെ വെള്ളം കിട്ടും, മെഡിസിൻ എല്ലാ ഏർപ്പാടൊക്കെ അതിൻ്റെയാണ്. അപ്പോൾ അവിടുന്ന് ഒരു ബാമ്പ് പോലത്തെ എന്തോ ഒരു തൈലം പോലത്തെ ഒരു സാധനം ഉണ്ട്. അത് തേച്ചപ്പോൾ നല്ല സുഖം ഉണ്ടാകും കാലിന്. അപ്പോൾ അതാ ഞങ്ങൾ താഴെ പമ്പട എത്താറായി. അപ്പോഴേക്ക് വെളുത്തു, നേരം വെളുത്തു. ദാസേട്ടനൊക്കെ വയ്യാതായിരുന്നു. വന്ന് ഞങ്ങൾ ഇളനീരൊക്കെ കുടിച്ചു. ഇനി നേരെ പമ്പയിൽ പോയിട്ട് പമ്പയിൽ നമ്മൾ നേരെ KSRTC വഴി നീണ്ടേരിമേലി. ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ വണ്ടി വെച്ച സ്ഥലത്തേക്ക് എരുമേലിക്ക് പോയിട്ട് അവിടുന്ന് മണ്ണാറശാല
90 കിലോ സ്റ്റെപ്പ് ആട്ടോ. കേട്ടോ ഇവിടെ ഉണ്ട് സാധനം. ഇവിടെ നല്ല റേറ്റ് കൂടുതലാണ്. അപ്പോൾ എവിടുന്ന സ്ഥലത്തൊക്കെ വന്നു? മണ്ണാർശാലയല്ല, അല്ല മണ്ണാർശാലയല്ല, പന്തളത്തുനിന്ന്. പന്തളത്തേക്കാണ് പോകുന്നത്, മണ്ണാർശാലയ്ക്കല്ല കേട്ടോ. നേരെ പന്തളം. അപ്പോൾ വരുമ്പോഴും കുളിക്കണം. എവിടെ കണ്ട ഫുള്ള് തിരക്കാണ്. രാവിലെ ഇറങ്ങുമ്പോൾ നല്ല തിരക്കാറുണ്ട്. എല്ലാവരും രാത്രി സ്റ്റേ ചെയ്തിട്ട് KSRTC ചാടി കയറാൻ വേണ്ടി. അത് കേസില്ലാത്തത്. പന്തളത്തിയിരുന്നു. അന്ന് ബസ്സിൽ കയറാൻ നിർത്താൻ പറ്റിയില്ല. നേരെ പന്തളത്തേക്ക് എത്തി. പന്തളത്തുണ്ട് ഫോറിനേഴ്സൊക്കെ. ഹരിപ്പാട് നമ്മൾ നേരെ ചക്കുളത്തേക്ക് എത്തി. അത് കഴിഞ്ഞിട്ട് ചക്കുളത്ത് അവിടേക്ക് തൊഴുത് പിന്നെ അതിനുശേഷം എവിടേക്കാ പോയത്? ഹരിപ്പാട്. പിന്നെ അതിൻ്റെ ഇടയിൽ രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കലാണ്. അതിന് സമയമാര് നമ്മുടെ കൂടെ പോയൊരു ഹെൽപ്പ് ചെയ്യണ്ടല്ലോ അല്ലേ? എല്ലാവരും ഹെൽപ്പ് ചെയ്തു. രാത്രിക്കുള്ള ഭക്ഷണം ഇവിടെ തന്നെ റെഡി. ഇവിടുന്ന് കുറച്ച് നേരം ടൈം വന്നു നട തുറക്കാൻ വേണ്ടിയിട്ട്. അവിടെ എല്ലാവരും റെസ്റ്റ് ചെയ്ത് അപ്പോൾ തുറന്നു. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറി തൊഴുതു. വേണ്ട എന്തൊക്കെ കാണാൻ വന്നില്ലേ എപ്പോഴത്ത് നമ്മളെ തൊട്ടിലൊക്കെ കെട്ടിയാക്കിയില്ലേ. അടുത്തത് നമ്മൾ നേരെ അവിടെ ഹരിപ്പാട് പോയി. ഇനി നേരെ പിന്നെ അവിടെ അമ്പലപ്പുഴ അല്ലേ? അമ്പലപ്പുഴ രാത്രിയായി എത്തിയപ്പോൾ എന്താ മണ്ണാർശാല എത്തി. അമ്പലപ്പുഴ എത്തി. അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാം വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ ഗൈസ്, മനസ്സിലായോ? താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ വരുമ്പോഴാണ് നമ്മുടെ ലേലം വിളി കാര്യങ്ങളൊക്കെ ഒന്ന് ഉത്സാഹമായിട്ട് നടന്നത്. അതിൽ എല്ലാവരും ഏകദേശം എല്ലാവരും ആൾക്കാർ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. ഇതിൽ ലേലം വിളിച്ച് ലാസ്റ്റ് കിട്ടിയ പൈസ നമ്മളെല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. 520 CP ബ്രദേഴ്സ്, 520 CP ബ്രദേഴ്സ്, 520 CP ബ്രദേഴ്സ്, 520 രൂപ CP ബ്രദേഴ്സ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് 520 രൂപ CP ബ്രദേഴ്സ്. അമ്പാൻ, അയ്യോ പുതിയൊരു പേര്, പുതിയൊരാൾ രംഗത്ത് വന്നിരിക്കുന്നു. അമ്പാനെ സൂക്ഷിക്കണം, അമ്പാനെ ശ്രദ്ധിക്കുക. അമ്പാൻ 520, 540 രൂപ അമ്പാൻ. CP ബ്രദേഴ്സിനെയും ഗുരുസ്വാമിയെയും മറ്റൊരു മാളികപ്പുറത്തെയും ഓളവും താളവും രമേശ് CP ബ്രോഡ്കാസ്റ്റ് നന്ദു കിങ് ഓഫ് TKD എല്ലാവരെയും ബഹുമതിച്ചുകൊണ്ട് അമ്പാൻ കൊടുക്കില്ല. അമ്പാനെ വിട്ടോ. 560 രൂപ, 560 രൂപ ഗുരുസ്വാമി, 560 രൂപ ഗുരുസ്വാമി, 560 രൂപ ഗുരുസ്വാമി. എല്ലാവരും ഉറങ്ങി. ഈ ലേലത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അമ്പലത്തിലെത്തി തേങ്ങ ഉടച്ചിട്ടാണ് ഈ ലേലത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഈ ലേലവസ്തു എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഗുരുസ്വാമി